നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ ഒട്ടും വൈകണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വാ വന്നേ വന്നേ. ഒന്നുമില്ലടാ, ഞാൻ വന്നോളാം. നീ പോയി അവളെ കണ്ടിട്ട് വാ. എന്നാലും അമ്മ എങ്ങനെ ഇരിക്കുമ്പോ ഞാൻ... അത് സാരമില്ല മോനെ, നീ ചെല്ല്. ഞാനിപ്പോ വരാം. എന്നാ ഞാൻ പോയിട്ട് വരാമേ. ദൈവമേ, നിത്യമൂളിവൻ പോകുന്നത് വരെ ഇവിടെ വരല്ലേ. അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്താ പെട്ടെന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ ഇങ്ങോട്ട് പോന്നേ? അത് അവിടെ നിന്നപ്പോ പെട്ടെന്നൊരു തളർച്ച പോലെ തോന്നി, അതുകൊണ്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. അമ്മയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? ഏതോ ഒരു പയ്യനുണ്ടായിരുന്നെന്ന് കടക്കാരൻ പറഞ്ഞല്ലോ. അതെനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ കൂട്ടുവന്നതാ. അവൻ തിരിച്ചു പോയി. ഇവിടെ വന്ന അങ്കിളല്ലേ? ഈ കുഞ്ഞാരാ? ഇവനെ കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മ വീണ്ടും എന്നോട് നുണ പറഞ്ഞു. അങ്കിൾ എന്തോ ആലോചിക്കുന്നത്? മോൻ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? അല്ലാതെ തന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാനുണ്ട്, സുജാതയുണ്ട്, ജ്യോതിയുണ്ട്, പിന്നെ എന്റെ അമ്മയുണ്ട്. ഇനിയിപ്പോ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കുന്നൊക്കെ പിന്നെ മതി. അമ്മ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്ക. വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കേ ഈ വണ്ടി തന്നെ പോയി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇനിയിപ്പോ ഇതുപോലെ വല്ലതും സംഭവിച്ചാലോ? വൈകുന്നേരം വെയിൽ ആറിയിട്ട് നമുക്ക് ഇറങ്ങാം. നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മോന്റെ അമ്മ ആരാ? എന്റെ അമ്മ പത്മ. അതാ എന്റെ അമ്മ. ഞാൻ എന്താ മനസ്സിൽ ഒളിപ്പിച്ചത്? എന്ത് മറച്ചു വെച്ച കാര്യം നീ പറയുന്നേ? ഞാൻ പറഞ്ഞത് അസുഖത്തിന്റെ കാര്യ. അസുഖമൊക്കെ മാറി, അതാ പോകാന്ന് പറഞ്ഞത്. അമ്മേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ വരുന്നുണ്ടോ നീ? വരാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.